RRB ALP 2026 പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു ഷോർട്ട് നോട്ടീസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രീമിയം പരീക്ഷകളിൽ ഒന്നായിട്ട് കരുതപ്പെടുന്ന നോട്ടിഫിക്കേഷനും പരീക്ഷയുമാണ് RRB ALP 2026. അപ്പം ഈ വർഷത്തെ ALPയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ഈ ഒരു നോട്ടിഫിക്കേഷന് പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയേഴ്സിന്, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എഴുതാൻ എലിജിബിലിറ്റി ഉള്ള കാറ്റഗറിയിലുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ALP നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഫൈനൽ ഇയേഴ്സിന് പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എഴുതാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഫൈനൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ മെയ് ജൂൺ സമയമാകുമ്പോഴത്തേന് അവരുടെ എക്സാം കഴിഞ്ഞ് അവരുടെ ഫൈനൽ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിരിക്കും. സോ ഫൈനൽ ഇയേഴ്സ് മേ ബി എലിജിബിൾ ഫോർ ദിസ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത്തരത്തിലൊരു ഷോർട്ട് നോട്ടീസ് ആണ് ഇന്ത്യൻ റെയിൽവേസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ALP ലെവൽ 2. The last date of submission of application is 14/6/2026 ആണ്. അതായത് ജൂൺ 14 വരെയാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പറ്റുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മെയ് 15 ആണ്. മെയ് 15 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 14. അപ്പോൾ ഒരു മാസമാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി കറന്റ് ആസ് ഓഫ് നൗ ഉള്ള വേക്കൻസീസിന്റെ നമ്പർ നോക്കിയാൽ 11,000 പുറത്താണ്. 11,127 വേക്കൻസീസ് ആണുള്ളത്. ഇനി ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വെരിഫൈ their primary details using ആധാർ. അതായത് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇന്ത്യൻ റെയിൽവേസും സെൻട്രൽ ഗവൺമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റാസിന് എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആധാറിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതെല്ലാം ലിങ്ക് ചെയ്ത് പ്രോപ്പർ ആക്കി വെക്കുക. അപ്പോൾ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷനും ബയോമെട്രിക് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ടാവും എന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ ഷോർട്ട് നോട്ടീസ് എന്നാണ് പറയുന്നത്. അത് എടുത്തു പറയുന്നത് ദിസ് നോട്ടിഫിക്കേഷൻ ഇസ് പ്യൂർലി ഇൻഡിക്കേറ്റീവ് ഇൻ നേച്ചർ, ഇഷ്യൂഡ് സോൾലി ഫോർ ദ പർപ്പസ് ഓഫ് കീപ്പിംഗ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഇൻഫോംഡ് അബൌട്ട് ദ ഫോർകമിംഗ് CEN. അതായത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ പറ്റി നമ്മുടെ എഴുതാനിരിക്കുന്ന ഈ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അവരെ ഒന്ന് അവെയർ ആക്കാൻ വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ടീസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. CN 01/2026 എന്ന പേരിലുള്ള നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട്. ആ നോട്ടിഫിക്കേഷനിലായിരിക്കും ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നതും കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം ഒരുപക്ഷെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് കൂടി അപ്ലൈ ചെയ്ത്, അതായത് ITI ഒരു ഏപ്രിൽ മാസത്തോടു കൂടി നോർമലി ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ മെയ്ക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേന് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഇയേഴ്സിന്റെ റിസൾട്ട് അവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റിയേക്കും എന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്രൂഷ്യൽ ഡേറ്റ്, അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ എലിജിബിലിറ്റിയും ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും 14/6/2026, അതായത് ജൂൺ 2026 നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ITI ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ ആ ക്വാളിഫിക്കേഷൻ കിട്ടിയിരിക്കണം. BTech ആണെങ്കിൽ BTech ക്വാളിഫിക്കേഷൻ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അത് പാസ്സായ ഡേറ്റ്, നിങ്ങൾ ലാസ്റ്റ് എക്സാം പാസ്സാവുന്ന ഡേറ്റ് ആണ് നമ്മൾ നോർമലി ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ് നോർമലി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ആയിട്ട് വെക്കുന്നത്. സോ ഒരുപക്ഷെ ഈ വർഷം ഫൈനൽ ഇയേഴ്സിനൊക്കെ എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതുപോലെ ALP എന്ന് പറയുന്നത് ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ടെക്നിക്കൽ പരീക്ഷ എന്ന് കരുതുമെങ്കിലും ഇതിന്റെ പരീക്ഷ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ALP എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിലും ഇതിന്റെ പരീക്ഷയെ നമുക്കൊരു പ്യൂർലി നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ടെക്നിക്കൽ പാർട്ട് വളരെ കുറവാണ്. മെജോറിറ്റി മാത്സ്, റീസണിങ്, അതുപോലെ സയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കുറച്ച് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ വരുമ്പോഴത്തേന് ഇതിനകത്ത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ മെജോറിറ്റി ഫിസിക്സ് ആണ്, കുറച്ച് പാർട്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഉണ്ട്. പിന്നെ ട്രേഡ് ബേസ്ഡ് ആയിട്ടൊരു
പേപ്പർ ഉണ്ട്, പക്ഷെ അത് ജസ്റ്റ് ക്വാളിഫയർ മാത്രമാണ്. നിങ്ങൾ ബേസിക്സ് വെച്ച് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. സോ ഇത് പ്യൂർലി ഒരു നോൺ ടെക്നിക്കൽ പരീക്ഷയാണെന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ALP ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദിശ അക്കാഡമിയുടെ ഭാഗമായിട്ട് RRB റെഗുലർ ബാച്ച് എന്ന പേരിൽ റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും നേരത്തെ, ഒരു ദിവസം മുമ്പേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.